അപ്പൊ നമ്മള് ഇന്ന് കണ്ണൂരുള്ള നാലമ്പലം പോവുകയാണ്. ഇതായിപ്പോ പുറപ്പെട്ട് ഇനി ബാക്കി അവിടെ എത്തിയിട്ട് നമ്മള് കാറിലാണ് പോയത്. അപ്പൊ പോകുമ്പോ നല്ല മഴയുണ്ടായിരുന്നു, പക്ഷെ അവിടെ എത്തിയപ്പോ നല്ല വെയിലായിരുന്നു. അങ്ങനെ വലിയ മഴയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ രാവിലെ 7 മണി മുതൽ 7 മണിക്കാണ് പുറപ്പെട്ടത്. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മളും എല്ലാവരും. അങ്ങനെ ആദ്യം നമ്മൾ നീർവേലി ശ്രീരാമ ക്ഷേത്രത്തിലാണ് ആദ്യം എത്തിയത്. അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടുന്ന് അങ്ങനെ അമ്പലത്തിനുള്ളിലെല്ലാം കയറി പ്രസാദമെല്ലാം വാങ്ങി അമ്പലത്തിനെ ഒന്ന് പ്രദക്ഷിണം എല്ലാം ചെയ്ത് നമ്മൾ അവിടെ കാപ്പിയെല്ലാം ഉണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂരുള്ള നാലമ്പലം പോയത്. അപ്പോൾ അവിടുന്ന് ചോദിച്ചിട്ട് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ക്ഷേത്രമായ ലക്ഷ്മണ ക്ഷേത്രത്തിലെത്തി. അവിടെ അമ്പലക്കുളത്തിൽ മീനൂട്ടാണ് അടുത്ത വഴിപാട്. അങ്ങനെ മീനൂട്ടെല്ലാം നടത്തി അവിടുന്ന് കുളമെല്ലാം ഒന്ന് പ്രദക്ഷിണം വെച്ച് നേരെ അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു, ഉപ്പുമാവായിരുന്നു. നമ്മളെല്ലാവരും ഇരുന്ന് അവർ ഉപ്പുമാവെല്ലാം തന്നു. നല്ല സൂപ്പർ ഉപ്പുമാവ്, ഗോതമ്പ് നുറുക്കുകൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവായിരുന്നു. പിന്നെ അവിടുന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് നേരെ അടുത്ത ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ നമ്മൾ അവിടെ അടുത്ത ക്ഷേത്രത്തിലെത്തി. അവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, വേഗം അങ്ങ് അകത്ത് കയറാൻ പറ്റി. അവിടുന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്ത് അമ്പലത്തിനുള്ളിൽ അങ്ങനെ അവിടെയും ഇതേ ഭക്ഷണം തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് എല്ലാ അമ്പലത്തിൽ നിന്നും കുറച്ച് ഭക്ഷണം, കൂടുതലൊന്നും ഇല്ലെങ്കിലും കുറച്ച് ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ അവിടുന്ന് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോയി. അങ്ങനെ 4 അമ്പലം. അവിടെ കഞ്ഞിയായിരുന്നു. അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് അവിടുന്ന് കഞ്ഞിയും കുടിച്ച് നമ്മൾ പിന്നെയും ശ്രീരാമക്ഷേത്രത്തിൽ തിരിച്ചെത്തി. അങ്ങനെ 4 അമ്പല ദർശനം പൂർത്തിയാക്കി. അവിടുന്ന് നേരെ നമ്മൾ ഒരു ഫലോദിയെല്ലാം കുടിച്ച്, ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് പ്രമാണിച്ച് ഒരു ഫലോദിയെല്ലാം കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.